ராக்கி துபாய்க்கு போனது ரெண்டு காரணத்துக்காக. இன்னொரு காரணம் என்ன? அவன் நிறைய பணம் எடுத்துட்டு போயிருந்தான்ல. But wasn't that an advance for the gold Inayat Khalil was sending? No. Then what was it for? Kalashnikova! ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയ സ്ഥലം മൊത്തം ക്രീപ്പർ ഒന്ന് നശിപ്പിച്ചായിരുന്നല്ലോ. സോ ഈ വീഡിയോയിൽ ആ പാവം കോഴികളെ കൊന്നതിനുള്ളതൊക്കെ നമ്മൾ ഇന്ന് കൊടുക്കും. അന്നത്തെ ദിവസം കുറച്ച് കോഴികളൊന്നും മരിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ആ കോഴികളൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ ഉള്ളിലോട്ടാക്കി. നടക്കാനൊന്നും തീരെ വയ്യായിരുന്നു, എന്നാലും എങ്ങനെയൊക്കെയോ വീട്ടിനകത്തോട്ട് പോയി കിടന്നുറങ്ങി. കോഴികൾ മരിച്ചുകൊണ്ട് എനിക്ക് 2 സാധനങ്ങളാണ് കിട്ടിയത്. ഒന്ന് ചിക്കൻ മീറ്റും പിന്നൊന്ന് ഫെദറും. ഇതിൻ്റെ അർത്ഥം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ആദ്യം തന്നെ ഡയമണ്ടിനെ ലക്ഷ്യമാക്കിയാണ് പുറപ്പെട്ടത്. മൈനിങ്ങിനുള്ള സ്ഥലത്തോട്ട് പോയി താഴോട്ട് ഇറങ്ങിപ്പോയപ്പോഴേക്കും -35 ആ ഭാഗത്തെത്തിയപ്പോഴാണ് എനിക്ക് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയത് ഗൈസ്. ഈ വീഡിയോ നല്ല രീതിക്ക് ലോങ് ആയതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ കുറച്ചധികം ഡയമണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ച് മേളിലോട്ട് പോയി. ഒരു ഡയമണ്ട് പിക്കാറ്റ്സ് ഉണ്ടാക്കി, ഒരു ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റും ഒരു പാൻറ്റും ഉണ്ടാക്കി ഗൈസ്. നിങ്ങൾക്ക് ഈ വേൾഡിൻ്റെ സീഡ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിനകത്ത് കയറുവാണെങ്കിൽ എൻ്റെ കോർഡിനേറ്റും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കും അതിനകത്ത് തന്നെ ആ സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും ഗൈസ്. ഉണ്ടാക്കിയ ആർമറും പാൻറ്റും ഒക്കെ എടുത്തിട്ടപ്പോഴേക്കും കാണാൻ എങ്ങനെയുണ്ട് ഗൈസ്. പോരാത്തതിന് തലയിൽ വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു അയണ്ട ഹെൽമെറ്റും ഉണ്ടാക്കി ഇട്ടു ഗൈസ്. റിച്ച് തന്നെ. ആദ്യം തന്നെ കോഴികൾക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഞാൻ മുന്നേ ആണെങ്കിൽ കോബിൾ സ്റ്റോൺ ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിരുന്നു 2 പ്രാവശ്യം. അത് 2 പ്രാവശ്യവും തെറ്റിപ്പോയായിരുന്നു. ഈ ലാവയ്ക്കകത്ത് വെള്ളം വന്ന് വീണിട്ട് ലാവയാണെങ്കിൽ നൈസായിട്ട് മറ്റേ ഒബ്സ്റ്റീഡിയനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യവും. സോ നമ്മുടെ ഈ ഡയമണ്ട് ബിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒബ്സ്റ്റീഡിയൻ ആദ്യം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് 2 എന്തിനാണെന്നല്ലേ ഗൈസ്, ആവശ്യം വരും. ഈ ഒരു ഗെയിം പ്ലേൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഒന്നും കൂടി ഉണ്ടാക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അത് വീണ്ടും പാളിപ്പോയി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? സോ എനിക്ക് ഈ ഒരു ഒബ്സ്റ്റീഡിയനും കാര്യങ്ങളൊന്നും മതിയാവത്തില്ല ഗൈസ്. സോ നമ്മൾ ലാവ ബക്കറ്റുമായിട്ട് ലാവ വാട്ടർ കിട്ടാനായിട്ട് നമ്മൾ കറങ്ങി നടക്കാൻ തുടങ്ങി ഗൈസ്. പെട്ടെന്നാണ് ഗൈസ് കുഴിയിലൊക്കെ വീഴുന്നത്. സത്യം പറഞ്ഞാൽ മരിച്ചു പോകേണ്ടതൊക്കെയാണ്. പിന്നെ എന്തോ വായത്തിനൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നു ഗൈസ്. നമ്മൾ വലിയൊരു റിവഞ്ചാണ് ലാസ്റ്റ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെയും ഗെസ് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഫസ്റ്റ് തന്നെ കണ്ടില്ല ഒരു വീഡിയോ അതായിരിക്കില്ലേന്ന്. അതൊന്നുമല്ല ഗൈസ്, വേറൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഗെസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഗെസ് ചെയ്യും ഗൈസ്. അങ്ങനെ ഞാൻ മലയും പുഴയൊക്കെ കടന്നിട്ട് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലോട്ടെത്തി. സോ ഞാൻ അധികം വൈകാതെ തന്നെ ലാവ പൂളിനകത്താണെങ്കിൽ ഞാനാണെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് മൊത്തം ഒബ്സ്റ്റീഡിയനാക്കി മാറ്റി. എന്നാലും അത് കളക്ട് ചെയ്യുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. കാര്യം അതിൻ്റെ അടിയിൽ ഫുള്ള് ലാവയായിരിക്കും. ഒബ്സ്റ്റീഡിയൻ മേലത്തെ തട്ട് മാത്രമേ ഒബ്സ്റ്റീഡിയൻ ആയിട്ടുള്ളൂ. അത് പറയാൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ലാവയുടെ ഉള്ളിലോട്ട് ഏത് ഐറ്റം വീണാലും അത് ഇല്ലാണ്ടായി പോകും ഗൈസ്. സോ ഒബ്സ്റ്റീഡിയൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴോട്ട് വീണിട്ടുണ്ടെങ്കിൽ അതും ഇല്ലാണ്ടാവത്തില്ല. അങ്ങനെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ 1-2 ഒബ്സ്റ്റീഡിയനും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. പോരാത്തതിന് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് അവിടെ മൊത്തം വാട്ടർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ കയറി നിന്നിട്ടാണ് ഞാൻ അതൊക്കെ കളക്ട് ചെയ്യുന്നത്. അതാവുമ്പോൾ ലാവ വന്ന് തട്ടിയാലും ഗൈസ് നമ്മൾ വെള്ളത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഡാമേജ് കയറത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് പെട്ടെന്ന് ടൈം പോയത്. ഒടുവിൽ രാത്രിയായി ഗൈസ്. അമ്പും വില്ലും ഒക്കെ ആയിട്ട് ഒരു കടയാളി മോൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവനെ കഷ്ടിച്ചാണേലും കൊന്നു. ഇത് വെള്ളത്തിലായതുകൊണ്ട് നമ്മൾ ബാക്കോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഗൈസ്. അങ്ങനെ മേലോട്ട് കയറിപ്പോയി നോക്കിയപ്പോഴത്തേക്കും ഫുൾ ഇരുട്ട് ഗൈസ്. സോംബീസിനെ കൊണ്ട് ആ പ്രദേശം മൊത്തം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എവിടെ നിന്നൊക്കെയോ അമ്പും വില്ലൊക്കെ ആയിട്ട് നിൻ്റെ നെഞ്ചത്ത് കയറി തെറിച്ച് വീണ് ഗൈസ്. വെളിച്ചവും ഇല്ല, ലൈഫും ഇല്ല, എല്ലാം കുറവാണ് ഗൈസ്. ലാസ്റ്റ് ഞാൻ ടോർച്ച് എടുത്ത് പ്ലേസ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഒരു ചെറിയ കൊച്ചു കടയാടി വന്നു ഗൈസ്. ഇവനാണെങ്കിൽ ഭയങ്കര സ്പീഡും ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഗൈസ് സർവൈവ് ചെയ്യുന്ന ഇമ്പോസിബിൾ ആണെന്ന് അറിയാം ഗൈസ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് 1.5 ലൈഫും കൊണ്ട് അവിടെ ഞാൻ ചത്ത് വീണമെന്നല്ലേ ഗൈസ്. അവിടെ ഉള്ള എല്ലാത്തിനെയും അറിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ടൊരു നിർത്തമുണ്ട് ഗൈസ്. അതേ 1.5 ലൈഫും കൊണ്ട്. ഫ്ലിൻറ്റും അയണൊക്കെ വെച്ചിട്ട് കത്തിക്കാൻ പറ്റുന്നൊരു സാധനം ഉണ്ടാക്കി ഗൈസ്. പിന്നെ നമ്മൾ പോയിട്ട് വരുമ്പോൾ വഴി തെറ്റാണ്ടിരിക്കാനായിട്ട് നമ്മൾ കോമ്പസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്പോൺ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിരും ഗൈസ്. ഈ സ്പോൺ പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഗൈസ് നമ്മൾ ഈ വേൾഡിനകത്ത് ഫസ്റ്റ് എവിടെയാണോ സ്പോൺ ആയത് ആ ഒരു പോയിൻ്റാണ് കാണിച്ചിരുന്നത്. നിങ്ങൾ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ സ്പോണായ സ്ഥലത്താണെങ്കിൽ നമ്മളൊരു ബ്ലോക്ക് താഴോട്ട് പൊട്ടിച്ചിട്ടൊരു പൂ എടുത്ത് വെച്ച് ഓർമ്മയുണ്ടോ ഗൈസ്.
വേണമെങ്കിൽ അതേ സ്ഥലത്തോട്ട് നമുക്ക് വീണ്ടും പോകാൻ പറ്റും ഗൈസ്. നമുക്കത് മനസ്സിലാവും ഈ ഒരു സ്ഥലത്താണ് നമ്മൾ സ്പോൺ ആയത്. അങ്ങനെ മഴയുള്ള ഒരു ദിവസം എനിക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ വേണ്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ചെസ്റ്റിനകത്ത് എടുത്തിട്ട് വെച്ചിട്ട് മേളിലോട്ട് പോയി നോക്കിയിട്ട് ഞാൻ ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്തു ഗൈസ്. വേറെ ഒന്നിനും അല്ല ഗൈസ്, എനിക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാനാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അവിടെ വേറെ ഒന്നും ചിന്തിക്കാനായിട്ട് നിന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടിയെടുത്ത് കളഞ്ഞു. പിന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ എനിക്കത് ഡെക്കറേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അസുഖമുണ്ട് ഗൈസ്. എല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനിപ്പോൾ ഒന്നും അധികം കൊണ്ട് കളിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ വില്ലേജിൻ്റെ അവസ്ഥ തന്നെ മാറണുണ്ട് സത്യത്തിൽ. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് മൈൻക്രാഫ്റ്റിനെ പറ്റി ഒന്നും അറിയാത്ത കുറേ ആൾക്കാരുടെ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ അവർക്കെല്ലാം മനസ്സിലാക്കി പോകാൻ വേണ്ടിയാണ് ഞാൻ പതിയെ പോകുന്നത്. എന്നിട്ടും ഇത് പതിയെ എന്ന് പറയരുത്, ഇതും കുറച്ചും കൂടി സ്പീഡാണ് എല്ലാത്തിലും ഗൈസ്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഈ ഡെക്കറേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊന്നുമില്ല ഗൈസ്. ജസ്റ്റ് ഒബ്സ്റ്റീഡിയൻ താഴെ ഒരു 5 മേളിൽ ഒരു 6 വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അതിനകത്ത് തീ കത്തിച്ച് കഴിഞ്ഞാൽ അതൊരു പോർട്ടലായിട്ട് കിട്ടും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെതറിനകത്ത് കയറി പോകാൻ പറ്റും. ഈ കറുത്ത കല്ലിൻ്റെയൊക്കെ ബാക്കിലുള്ളതും മുന്നിലുള്ളതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചുമ്മാ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണതാണ് കാണാൻ രസത്തിന്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ നെതർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നമ്മുടെ ഈ സോംബീസൊക്കെ എന്തോരം സ്ട്രോങ് ആണോ ഇതിനകത്ത്, അതിൻ്റെയൊക്കെ ഒരു 10 ഇരട്ടി സ്ട്രോങ്ങിലുള്ള ആൾക്കാരായിരിക്കും നെതറിൻ്റെ ഉള്ളിലുണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നരകം പോലെ ഗൈസ്. ഇവിടെ കിട്ടാത്ത കുറേ സംഭവങ്ങൾ അവിടെ കിട്ടും ഗൈസ്. അവിടുത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ബ്യൂട്ടിഫുള്ളും കുറച്ച് മാജിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഗൈസ്. ഞാനങ്ങനെ നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. എന്നിട്ട് അത് തീ കത്തിച്ചതിന് ശേഷം ഞാൻ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി ഗൈസ്. ആൻഡ് ഗൈസ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബിൽഡ് ഉണ്ടാക്കണം ഗൈസ്. അതും മലയുടെ സൈഡിൽ തന്നെ വഴിയെ മനസ്സിലായിക്കോളും നിങ്ങൾക്ക് ഇതെന്തൊക്കെ സംഭവം. അങ്ങനെ ഞാൻ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്തു ഗൈസ്. പിന്നെ ഒരു കാര്യം ഗൈസ്, ഈ ബിൽഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. വല്ലാത്ത ഇറിറ്റേറ്റിംഗ് ആണ് ഗൈസ്. ഈ കാണുന്ന സ്ഥലത്താണ് ഞാൻ ബിൽഡ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഗൈസ്. ഈ വീഡിയോ ബിൽഡ് ഉണ്ടാക്കുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കുവാണെങ്കിൽ ഗൈസ് ഇത് തന്നെ ഒരു 10-12 മിനിറ്റ് കാണും. എനിക്കിത് പറഞ്ഞ് തീരത്തില്ല, എത്ര വലിയ ഇനിയും കിടക്കുവാണ് 10-12 വീഡിയോസൊക്കെ. ഇത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് കൊണ്ടൊന്നും ഒതുങ്ങത്തില്ല ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ആഡാക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഈ സംഭവമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു സ്ഥലത്തായിട്ട്. പക്ഷേ എനിക്കത് അത്ര സാറ്റിസ്ഫൈ ആയില്ല എൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ. സോ ഞാൻ എൻ്റെ കയ്യിലുള്ള വെള്ള ബ്രിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ അടിമുടി മാറ്റി. അത് കഴിഞ്ഞ ഉടനെ തന്നെ ആയിട്ട് എൻ്റെ മുന്നിൽ തന്നെയായിട്ട് ഞാൻ വേറെ സംഭവം ഉണ്ടാക്കി വെച്ചായിരുന്നു. ഈ സംഭവം എന്താണെന്നല്ലേ, ഈ സംഭവം കുറച്ച് നേരം ഞാൻ ടെസ്റ്റ് അടിച്ച് ഞാൻ എന്നെ തന്നെ ടെസ്റ്റ് അടിപ്പിച്ചിട്ടാണ് ആ സ്ഥലത്തോട്ടൊക്കെ എത്തിയത്. ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും ഗൈസ്. ദെൻ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കി വെച്ചായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം തന്നെ കാണിച്ച് എൻ്റെ ട്വിസ്റ്റും കാര്യങ്ങളും കളയണ്ട. സോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പംകിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ സീഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കൃഷി ചെയ്യാൻ തുടങ്ങി. പംകിൻ കൃഷിയാണ് ഗൈസ്. ദെൻ ബാക്കിയാണ് സീഡ്സും കാര്യങ്ങളൊക്കെ കോഴികൾക്ക് കൊടുത്ത് ഞാൻ പോയി കിടന്നുറങ്ങി ഗൈസ്. ദെൻ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മീൻ പിടിക്കാനാണ് പോയത്. അപ്പോൾ ഉണ്ട് ഗൈസ് ദേ കിടക്കണ സോംബി. നിങ്ങൾ വിചാരിക്കും ഈ സോംബി എന്താ വെയിലടിച്ചിട്ട് മരിച്ചു പോകാത്തതെന്ന്. ഗൈസ് ഇത് മൈൻക്രാഫ്റ്റ് ലോജിക്കാണ്. അത് വെയിലടിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സോംബി ഇപ്പോൾ വാട്ടറിനകത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് അവന് ഡാമേജ് കിട്ടത്തില്ല. പിന്നെ ആലോചിക്കാനൊന്നും നിന്നില്ല, അമ്പെയ്തങ്ങ് കൊന്നവനെ. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഈ അടുത്തൊന്നും ഫിഷിനെയൊന്നും കിട്ടാനില്ല. പിന്നെ കുറേ അങ്ങോട്ട് നീന്തി പോയപ്പോഴാണ് ഫിഷിനെയും കാര്യങ്ങളൊക്കെ കണ്ടത്. നോക്കുമ്പോഴത്തേക്കും വെള്ളത്തിനകത്തോട്ട് മുങ്ങി സ്വാഡും കാര്യങ്ങളൊക്കെ വെച്ച് വെട്ടിയിട്ടൊന്നും കൊള്ളുന്നില്ല ഗൈസ്. എന്തൊരു പരാജയമാണ് ഗൈസ്. ഫൈനലി എൻ്റെ ക്ഷമ പരീക്ഷിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്പും വില്ലും ഒക്കെ എടുത്തിട്ട് എല്ലാത്തിനെയും കൊണ്ട് തട്ടി. അല്ല പിന്നെ ഈ ക്രോസ് ബോ യൂസിങ്ങിൽ ഞാനൊരു കില്ലാടി തന്നെ. തിരിച്ച് നാട്ടിൽ വന്ന് ഞാനൊരു ക്യാറ്റിനെ അങ്ങോട്ട് പെറ്റാക്കി ഈ ഫിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. ഗൈസ് ഇപ്പോൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. യെസ് ഗൈസ്, ആ പൊട്ടിത്തെറിച്ച് മരിച്ച ക്രീപ്പർ എന്ന കടയാടി മോനില്ലേ ഗൈസ്, അവൻ ഈ ക്യാറ്റിനെ ഭയങ്കര പേടിയാണ് ഗൈസ്. അവൻ ഈ ക്യാറ്റിനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് പേടിച്ചോടും ഗൈസ്. അവനൊരു വിറയലാണ് അവനവിടെ വെയിറ്റ് ചെയ്തിട്ട് അവനെ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അങ്ങോട്ട് ലേറ്റാക്കാൻ നിന്നില്ല ഗൈസ്, നേരെ അങ്ങോട്ട് നരകത്തിലോട്ട് പോയി ഗൈസ്. ഇതാണ് നെതർ ഗൈസ്. ഇതിനകത്ത് പിഗ് പോലത്തെ ഒരു ജീവിയുണ്ട് ഗൈസ്. അവരെ നമ്മൾ ആക്രമിക്കും. ഇതിനകത്ത് അവരെ ആക്രമിക്കണ്ടെങ്കിൽ നമ്മൾ ഗോൾഡിൻ്റെ എന്തെങ്കിലും ആർമറോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് വേണം പോകാൻ. എന്തോ നിർഭാഗ്യവശാൽ നമുക്ക് ഗോൾഡും കാര്യങ്ങളും ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആർമറോ ഹെൽമെറ്റോ ഒന്നും നമ്മുടെ കയ്യിലില്ല ഗൈസ്. ഞാനിവിടെ വന്നത് ആ സാൻഡ് കളക്ട് ചെയ്യാനാണ്. ആ ബ്ലൂ ഫ്ലെയിമിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സാൻഡില്ലേ ഗൈസ്, ആ സംഭവം. ആരും എന്നെ കാണാത്തതുകൊണ്ട് നൈസായിട്ട് ഞാൻ സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടോട്ട് പോയി ഗൈസ്. then അവിടെ വെച്ച് തന്നെ ഗ്യാസ്റ്റ് എന്ന് പറയുന്നൊരു പ്രേതം പോലത്തെ സംഭവമുണ്ട്, അത് കണ്ടു. എന്നിട്ട് അവൻ എന്നെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാൻഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ കിട്ടിയ സാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മേലോട്ട് പോയി ഗൈസ്. വേറെ ആൾക്കാരെന്നെ കാണുന്നതിന് മുന്നേ തന്നെ ഞാൻ നാട്ടിലോട്ടും തിരിച്ചു പോയി. നാട്ടിൽ പോയപ്പോഴേക്കും നട്ടപ്പാതിരാത്രിക്കൊക്കെയാണ് ഗൈസ് ഇറങ്ങി വരുന്നത് ഞാൻ. ദെൻ പോയി കിടന്ന് ഉറങ്ങി ഗൈസ് ഞാൻ. ഇനിയാണ് ഗൈസ് എനിക്ക് ആ ബിൽഡ് ഉണ്ടാക്കേണ്ടത്. സോ ആ ബിൽഡ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. യെസ് ഗൈസ്, പംകിൻ എനിക്ക് ഹെഡ് ഉണ്ടാക്കാനാണ്. മൊത്തത്തിലൊരു സ്നോഗോല ഉണ്ടാക്കാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ബിൽഡ് സ്നോഗോലത്തിൽ നിൽക്കാനുള്ള ടവറാണ്.
ടവറും പെട്ടെന്ന് ഉണ്ടാക്കി തീർത്തു. അങ്ങനെ അതെൻ്റെ ഫാമിൻ്റെ 4 സൈഡിലായിട്ട് ഉണ്ടാക്കി. ഗൈസ് നിങ്ങൾക്ക് ഈ ടവറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ അത് യൂട്യൂബിൽ അവിടെയൊക്കെ കാണും. അല്ലാണ്ട് എൻ്റെ തന്നെ വേണമെങ്കിൽ അതൊക്കെ ഏതെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഗൈസ് ഞാൻ വേണമെങ്കിൽ. പക്ഷേ ഇവിടെയാണ് ഗൈസ് നമുക്ക് പിഴച്ചത്. പംകിൻ ഇതുവരെയായിട്ടും വളർന്നിട്ടില്ല ഗൈസ്. ഇതിനു വേണ്ടി തന്നെ ഞാൻ കുറേ ദിവസം സ്പെൻഡ് ചെയ്തിട്ടും ഈ പംകിൻ അങ്ങോട്ട് വളരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. പംകിൻ വളർന്ന് നിൽക്കണമെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഒരു പ്ലേസും കൂടി വേണം. നമ്മളിങ്ങനെ മറ്റേ പുല്ല് നടുന്ന പോലെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നട്ടങ്ങ് പോയി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഒരു പ്ലേസ് അങ്ങോട്ട് വിടണം പംകിന് നിൽക്കാനായിട്ടുള്ളതെന്ന്. സോ ഞാൻ അതുപോലെ തന്നെ ഞാൻ അപ്പുറത്തെ ഭാഗത്തായിട്ട് അവിടെ നിന്ന് പറിച്ചെടുത്ത വിത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇടവിട്ട് ഞാൻ നടാൻ തുടങ്ങി. കുറേ ദിവസം നിന്നിട്ടാണെങ്കിലും ഇതിൽ ചില കാര്യങ്ങളൊക്കെ വളർന്ന് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ ഒരു സ്ക്രീൻഷോട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇത് കുറേ ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡേ ബൈ ഡേ ഓരോന്നും 2-3 അതും ഇതൊക്കെ ഇങ്ങനെ വളർന്ന് വന്ന് ഞാനതൊക്കെ ഓരോന്ന് കളക്ട് ചെയ്ത് കുറച്ചധികം പംകിനായി എൻ്റെ കയ്യിൽ. പിന്നെ നോക്കുമ്പോഴാണ് ഗൈസ് ദൂരത്ത് ഞാൻ ഒരു പട്ടിക്കുട്ടീനെ കണ്ടത്. ഞാൻ എൻ്റെ ചെസ്റ്റിൽ പോയിട്ട് ബോണും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും പട്ടിക്കുട്ടീനെ കാണാനില്ല. പക്ഷെ ഞാൻ കുറേ അങ്ങോട്ട് തിരഞ്ഞടന്നു, എന്നിട്ടൊന്നും കിട്ടിയില്ല സാധനത്തിന്. പട്ടിക്കുട്ടീനെ പെറ്റാക്കി എടുക്കുകയാണെങ്കിൽ ഗൈസ് നമ്മളാരെങ്കിലും ഫൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരുവാണ്, അല്ലെങ്കിൽ നമ്മളാരെങ്കിലും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പട്ടിക്കുട്ടി പോയി അറ്റാക്ക് ചെയ്യും ഗൈസ്. ഇതാണ് അവൻ്റെ ഗുണം. പട്ടിക്കുട്ടീനെ കാണാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ നിലത്തൊഴിച്ചിട്ട് ഫ്ലവറും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഈ ഫ്ലവറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ബോൺ മീൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് പുറകിൽ നിന്നൊരു ശബ്ദം. വേറെ ഒന്നുമല്ല, ഒരു പട്ടി കുരയ്ക്കുന്ന ശബ്ദമാണ് ഗൈസ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഗൈസ് ആ പട്ടിക്കുട്ടി ഞാൻ എൻ്റെ കയ്യിലുള്ള ബോണും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അതിന് കൊടുത്ത് അതിനെ ടേം ചെയ്ത് അതിൻ്റെ ടീമാക്കി മാറ്റി ഗൈസ്. ഗൈസ് നിങ്ങൾ എൻ്റെ വേറെ കാര്യം ഓർക്കുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേ നടത്തിയ സ്ഥലത്താണെങ്കിൽ ഒരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് പംകിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചതല്ല, അവിടെ ഉള്ളതാണ്. സോ ഞാൻ ആ പംകിനും കാര്യങ്ങളൊക്കെ പോയി ശേഖരിച്ചെടുത്തുകൊണ്ട് വന്നു. ആ സൈഡിൽ തന്നെ ഉണ്ടായിരുന്ന കുറേ സ്നോയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചു ഗൈസ്. ഈ സ്നോ ബോളും കാര്യങ്ങളൊക്കെ ഞാൻ സ്നോ ബ്ലോക്കാക്കി മാറ്റി. അങ്ങനെ കിട്ടാവുന്ന എല്ലാ പംകിനും കാര്യങ്ങളും കളക്ട് ചെയ്ത് ഒരു 40 പംകിനും 80 സ്നോ ബ്ലോക്കും ഉണ്ടാക്കിയെടുത്തു ഗൈസ്. പംകിനും കാര്യങ്ങളൊക്കെ ഞാൻ നിരയായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം അത് മൊത്തം ഷെയർ ചെയ്ത് അതൊരു പംകിൻ ഹെഡാക്കി മാറ്റി ഗൈസ്. ഇനിയാണ് കളി. 2 സ്നോയും ഒരു പംകിൻ ഹെഡും വെച്ചിട്ട് ഞാൻ സ്നോ ഗോലത്തെ ഉണ്ടാക്കി വെക്കാൻ തുടങ്ങി ഗൈസ്. ഒരു ടവറിൽ 10 സ്നോ ഗോലത്തിൻ്റെ തല വെച്ച് 10 സ്നോ ഗോലത്തെ ഉണ്ടാക്കി ഇടും. അതേപോലെ ഒരു ടവറിൽ 10 ഗോല എന്ന നിരക്കി ഞാൻ 4 ടവറിനകത്തിന് 10 ഗോലത്തെ വെച്ച് ഉണ്ടാക്കിയിട്ടു ഗൈസ്. നമ്മുടെ അയങ്കോലത്തെ പോലൊക്കെ തന്നെയാണ് ഗൈസ്. നമ്മുടെ വില്ലേജിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരെ ഇവർ സ്നോ ബോൾ വെച്ച് എറിഞ്ഞാണ് കിൽ ചെയ്യുക ഗൈസ്. ഇനി രാത്രിയാവാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇനി നേരത്തെ ഉണ്ടാക്കിയ ബിൽഡ് ഞാൻ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ്, അതിനി കാണിക്കാം ഗൈസ്. ഞാൻ നേരത്തെ പിടിച്ച മീനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു പൂച്ചനെ ഞാൻ പെറ്റാക്കി എടുത്തു ഗൈസ്. ആ പൂച്ചനെ നേരെ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ ഈ ഒരു സ്ഥലത്തോട്ട് വന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്തു. സിറ്റ് അടിപ്പിച്ചു. ഇനി ഞാൻ പറയാതെ എൻ്റെ പൂച്ച അവിടെ നിന്ന് എണീക്കത്തില്ല ഗൈസ്. പൂച്ചയെ പൊതുവെ ക്രീപ്പറിനെ പേടിയാണെന്ന് അറിയാലോ ഗൈസ്. ക്രീപ്പർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് നേരെ നിൽക്കാൻ പോലും പറ്റത്തില്ല. ഇത് നോക്കിയ ഗൈസ്, ഇവനെങ്ങനെ ഇവിടെ ആക്കിയെന്നല്ലേ ഗൈസ്. ഞാൻ എൻ്റെ ഐക്യു യൂസ് ചെയ്യാൻ തുടങ്ങി ഗൈസ്. ഞാനിവിടെ ഉണ്ടാക്കിയ സംഭവം അതൊരു മോബ് ഫാർമായിരുന്നു. ഒരു വലിയ ഇരുട്ടുള്ള മുറി, അത് ഏറ്റവും ടോപ്പിലായിട്ട്. സോ അതിൻ്റെ ഉള്ളിൽ സോംബീസ് സ്പോൺ ആവുക എന്നതൊരു 100% ഉറപ്പാണ്. സോ അവിടെ സ്പോണായ ഇവന്മാർക്കുള്ള പണി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളമൊക്കെ വാട്ടർ ബക്കറ്റ് വെട്ടെടുത്തിട്ട് മേളിൽ കൊണ്ടേ ഒഴിച്ചു വെച്ചേക്കുക. സോ ആ വെള്ളത്തിൽ ചവിട്ടി വീഴുന്നവരൊക്കെ ഒഴുകി നടുക്ക് വരും. നടുക്ക് മൊത്തം വലിയ ഹോളാണ് ഗൈസ്. സോ ഈ ഹോളിൽ വീണ ഇവർ താഴോട്ട് വന്നതിന് ശേഷം ഗൈസ് ഇവരെൻ്റെ ട്രാപ്പിലോട്ടാണ് പോകുന്നത്. അതിൽ നിന്നും ക്രീപ്പറിനെ മാത്രം കിൽ ചെയ്യാതെ വെക്കും. അങ്ങനെ 3-4 ദിവസം ടോർച്ചർ ചെയ്ത ശേഷം അവനെ കില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതും സാധാ രീതിയിലല്ല ഗൈസ് കിൽ ചെയ്യാൻ പോകുന്നത്. ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ ഗൈസ്? കോഴികൾ മരിച്ചപ്പോൾ എനിക്ക് 2 സാധനങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞത്, ഒന്ന് ചിക്കനും പിന്നൊന്ന് ഫെദറും ആണ് ഗൈസ്. ഫെദർ വെച്ചാണ് ഗൈസ് നമ്മൾ അമ്പിന് വേണ്ടിയിട്ടുള്ള വില്ലും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിൽ ഞാൻ എൻ്റെ കോഴികളെ വെച്ച് തന്നെ അവനെ അങ്ങ് കിൽ ചെയ്യും. അങ്ങനെ ഞാൻ 2 അമ്പുണ്ടാക്കി. ബാക്കി കുറച്ച് ഫ്ലിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് 64 വില്ലുണ്ടാക്കി ഗൈസ് ആദ്യം തന്നെ. പിന്നീട് എൻ്റെ ലക്ഷ്യം ഈ ക്രീപ്പറിനെ കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നു ഗൈസ്. ഈ ഒരു നിമിഷം എൻ്റെ മനസ്സിൽ മൊത്തം എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു. ഒടുവിൽ ഞാൻ നേരം വൈകിക്കാതെ അവനെ ആസ്വദിച്ചങ്ങ് കൊന്നു ഗൈസ്. എൻ്റെ രാജ്യത്തുള്ള കോഴികളെ കൊന്നതിനുള്ള ശിക്ഷയാണ് അവന് കിട്ടിയത്. കോഴികളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയ ഗൈസ്. ഇവനെ മാത്രം അങ്ങനെ കൊന്നിട്ട് കാര്യമില്ല ഗൈസ്. അതുകൊണ്ട് ഇന്ന് രാത്രി വരുന്ന എല്ലാ മോബ്സിനെയും കൊല്ലുമെന്നൊരു യുദ്ധം ഞാൻ പ്രഖ്യാപിച്ചു. ഞാൻ ഇല്ലാത്തപ്പോൾ എൻ്റെ ഫാമിലോട്ട് വരുന്ന മോബ്സിനെ കില്ല് ചെയ്യാനാണ് ഞാൻ 4 ടവർ പണിഞ്ഞു വെച്ചത്. KGF ലെവലിൽ പറഞ്ഞ കലാഷ്നിക്കാവോ ഗൈസ്. ഇവിടെ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, മോബ്സിന് ഫസ്റ്റ് പ്രിയോറിറ്റി ഈ ടവറിനായിരിക്കും. അതുകൊണ്ട് മോബ്സ് മൊത്തം ഈ ടവറിൻ്റെ മേളിലുള്ള സ്നോ ഗോലത്തെ കില്ല് ചെയ്യാനായിട്ട് അവിടെ താഴെ പോയി നിൽക്കും. പക്ഷെ അവർക്ക്
സോ അവർക്ക് അവരെ തൊടാൻ പോലും പറ്റാത്തതുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ഈ ഒരു നിൽക്കുന്ന സമയത്ത് നമുക്ക് പുറകിൽ നിന്ന് അടിച്ചിടാനും പറ്റും ഗൈസ്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണ്ടി ഇവരും അറ്റാക്ക് ചെയ്യും ഗൈസ്. സോ അപ്പോൾ 2 പേര് അറ്റാക്ക് ചെയ്യുന്ന പോലെ ആയില്ല ഗൈസ്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് ആരാണ് പറഞ്ഞത് ഗൈസ്? അങ്ങനെ അന്നത്തെ രാത്രി മൊത്തം അടി ഇടിയായിട്ട് എല്ലാത്തിനും കിൽ ചെയ്തങ്ങ് വിട്ട് ഗൈസ്. ഇപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഗൈസ്, അടുത്ത നമ്മുടെ വീഡിയോയ്ക്കകത്താണെങ്കിൽ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരുന്നുണ്ട്. ഇനി തൊട്ട് ആ ഗസ്റ്റും ഉണ്ടാവും നമ്മുടെ കൂടെ ഈ വേൾഡിനകത്ത് കളിക്കാൻ. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിലൊക്കെ കാണാം. അത് മാത്രമല്ല, മോബ് ഫാമിൻ്റെ താഴെ വെച്ച് നമുക്ക് ഈ മോബ്സിനെ കളക്ട് ചെയ്തിട്ട് ഇവരെ ജയിലിൽ കൊണ്ടുവിടാനോ അല്ലെങ്കിൽ നമുക്ക് അവിടെയും കുറേ RPയും കാര്യങ്ങളൊക്കെ കിടക്കണുണ്ട്. പിന്നെ ഗൈസ്, ഇത് മൊത്തം റിസ്ക് എടുത്ത് ചെയ്ത RP ഒന്നുമല്ല. ഞാൻ പല സമയത്തും ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഈ മോബ് ഫാമിൻ്റെ മേളിൽ നിന്ന് എടുത്ത് ചാടുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. അതും വെള്ളത്തിനകത്തിട്ട് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലിനകത്ത് നമ്മൾ ചത്തുപോകും. അങ്ങനെയൊക്കെയാണ് നമ്മൾ എൻജോയ്മെൻറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഒറ്റയ്ക്കാണെന്നുള്ളൊരു ആ ഒരു സംഭവമൊന്നും ഉണ്ടാവില്ല. സോ ഗൈസ്, അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കണമൊന്നുമില്ല. ഓക്കെ, ബൈ.